ഒത്തിരി ഡയറക്ടർമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ. മലയാളത്തിൽ അഭിനയിക്കാത്ത പഴയ ഡയറക്ടർമാരെ നോക്കുമ്പോൾ എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും. എന്നും ആ ഭരതേട്ടൻ വിളിച്ച ആ ഒരു സീൻ തരുന്നത് ഒരു വലിയൊരു ബ്രേക്ക് കിട്ടിയ ഒരു സിനിമയാണ്. പിന്നെ തീർച്ചയായിട്ടും അല്ലേ? അത് കഴിഞ്ഞ് പല സിനിമയിലും നായകനായിട്ട് ചന്തയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന സിനിമയാണ് അല്ലേ? എപ്പോഴും ഒരു സിനിമ ഏതെന്ന് ചോദിച്ചാൽ ചന്ത എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതെ അതെ അല്ലേ? ഇപ്പോഴും ഈ കൊച്ചു പിള്ളേർ വരെ, ഞാൻ ഈയിടെ എയർപോർട്ടിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പല കൗണ്ടർ ഉണ്ടല്ലോ, ഒരു കൗണ്ടർ ചെറിയ കുഞ്ഞു വോയിസ് വന്നു, ബാബു ആന്റണി ബാബു ആന്റണി. അപ്പൊ എല്ലാവരും കംപ്ലീറ്റ് ആൾക്കാർ ഫ്രീസായി, എന്ന് ആരാണ് വിളിക്കുന്നത് ഈ കുഞ്ഞു വോയിസ്. പിന്നെ അതൊക്കെ അടുത്ത കൗണ്ടറിൽ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 2 വയസ്സുകാരനാണ് ഈ വിളിക്കുന്നത് മുഴുവൻ. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു എന്താ സംഭവം, ഇവനെങ്ങനെ അച്ഛൻ പോലും ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല പടം ഇറങ്ങിയപ്പോൾ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇവൻ ഈ നാടോടിയിലെ ഒരു കുഞ്ഞു ബാബയ്ക്കുന്നല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മാസ്കൊക്കെ വെച്ചിട്ട്, ഇത് സ്ഥിരം കാണല ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബാബുവിനെ അല്ലെ ബാബുചേട്ടനെ ഇവന് ഇത്ര ആരാധന വന്നതെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പടങ്ങളൊക്കെ എപ്പോഴും അതിൽ പറഞ്ഞ പോലെ ചന്തയൊക്കെ എപ്പോഴും ആൾക്കാരുടെ എപ്പോഴും മനസ്സിൽ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഒത്തു അല്ല, അത് ആ കാര്യങ്ങൾ ഒക്കുന്നതല്ല, ഒപ്പിക്കുകയാണ്. ഡയറക്ടർ ഒപ്പിച്ച് നമുക്ക് തരുവാണ്, നമ്മുടെ ക്യാരക്ടറെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണല്ലോ. പിന്നെ നമ്മൾ ഫലിപ്പിച്ചു കൊടുക്കുക മാത്രമാണ്. ടീം വർക്കായിരുന്നു, നല്ലൊരു ടീം വർക്കായിരുന്നു. അത്തരം ഒരു ടീം വർക്ക് ഇപ്പൊ സിനിമയിൽ കൃത്യമായിട്ട് പോകുന്നു, ഒരു ടീം വർക്കായിട്ട് പോകുന്നുണ്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ? ഉണ്ടാവണം. ഞാൻ ചെയ്ത സിനിമകൾക്കൊക്കെ, ഇപ്പം പുതിയ ജനറേഷനോട് ചെയ്ത സിനിമകൾക്കൊക്കെ അവർ നമ്മുടെ സജഷൻസ് സ്വീകരിക്കുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു മരത്തിൻ്റെ മുകളിൽ കൊച്ചുണ്ണി ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് കൊച്ചുണ്ണിയാണ് വീഴുന്നത്. അപ്പം ഞാൻ ഡയറക്ടറോടൊക്കെ സജസ്റ്റ് ചെയ്ത്, ആ കൊച്ചുണ്ണി വരയ്ക്കുന്ന ഇല വീണാൽ പോരെ, അതൊരു രസമായിരിക്കുമല്ലോ. ഇല ഇലയിലെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പം ഗുരുവിന് മനസ്സിലാവും ഇവനിതെല്ലാം പഠിച്ചു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ മണിസാറ് പോലും വെരി ഓപ്പൺ ടു സജഷൻ, വെരി ഓപ്പൺ ടു സജഷൻ. പക്ഷെ എല്ലാവരുടെ അടുത്തും നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ? ഞാൻ കൂടുതലും കമ്മിറ്റ് ചെയ്യുന്ന സിനിമകളൊന്നും ആൾക്കാരെയൊക്കെ നോക്കി ഒന്ന് ചെയ്യുള്ളൂ. അതല്ലേ? അതായത് നമുക്കൊരു ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഒരുപാട് കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യാറില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് 1-2 അനുഭവങ്ങളുണ്ട്. പക്ഷെ അവരെ നമ്മൾ വിട്ടേക്ക് അത്രേ ഉള്ളൂ. പിന്നെ അവരുമായിട്ട് നമ്മൾ സഹകരിക്കാതിരിക്കുക. ഒന്ന് പറ്റിയ അബദ്ധം 1-2 ഒക്കെ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടേക്കുക. പിന്നെ അവരുമായിട്ട് സഹകരിച്ചിട്ടേ ഇല്ല, ആ ഏരിയക്ക് പോകില്ല. അല്ലേ? അത് നമ്മൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഇതൊരു ക്രിയേറ്റിവിറ്റി അല്ലേ. നമുക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും സിനിമയിലേക്ക്. ഇത്ര എക്സ്പീരിയൻസ് ഇല്ലേ, നമുക്കത് ചെയ്യാൻ പറ്റും. സിനിമയ്ക്ക് അത് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും അത് അവർക്കും തോന്നുന്നു നല്ലതാണ്. വാശി പിടിക്കാറുണ്ടോ ലൊക്കേഷനിൽ, എനിക്ക് ഇന്നത് വേണം? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറയും, ഞാൻ പറയും ഇത് നല്ല. തുടക്കത്തിൽ നമ്മൾ പറയും, തുടക്കത്തിൽ നമ്മൾ പറയും ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയും. അത് വേണ്ടെന്ന് വേണ്ട, അത്രേ ഉള്ളൂ. നമ്മളത് വേണം എന്നൊക്കെ പറയും. പക്ഷെ ചിലരുടെ ഇരിക്കും, ചില മണ്ടന്മാരുണ്ട് ഡയറക്ടേഴ്സ്, അവരുടെ ഇരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് പോയി, അപ്പം നമ്മുടെ കൂടെ ഒരു ഇമാജിനെ ബാധിക്കും എന്നുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഗ്രേറ്റ് എസ്കേപ്പ്. അത് ഒരുപാട് വാട്ടിയും പെട്ടി ഉണ്ടാക്കിയാണ് 20 പടം നന്നാക്കിയെടുത്തത്. എന്നിട്ട് അവൻ സെൽഫ് പ്രൊമോഷന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഡയറക്ടർ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഡയറക്ടറുടെ പേര് പറഞ്ഞാൽ വീട്ടുകാരെ പോട്ടെ. അല്ല, റെക്കോർഡിംഗ് ആയി എനിക്ക് ആ പേര് കിട്ടി. സാരല്ല, പേര് വേണ്ട. അല്ല, ഞാൻ ഒന്നും അല്ല, അത് ആ സിനിമയ്ക്ക് ഒരു പരാജയമല്ല ഉണ്ടായത്. ആ സിനിമ ആക്ച്വലി എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സൂപ്പർ ഫ്ലോപ്പായിരുന്നു. ആ പടം 3-4 തിയേറ്ററിൽ 2-3 ഷോ ആയിരുന്നു. ആൾക്കാർക്ക് കാണാൻ ഷോ ഇല്ല. അതൊരു വാശിയായതാണല്ലേ? ഒരു വാശിയുടെ പുറത്തിൽ അദ്ദേഹം ഇറക്കുന്നു, അദ്ദേഹം തന്നെ സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്നു. അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവന്നൊരു പടമായിരുന്നു. പിന്നെ ഞാനത് ആദ്യം ആക്ച്വലി 2 ദിവസത്തെ ഡേറ്റിന് എൻ്റെ എനിക്ക് വന്നത്. അപ്പോൾ US-ലുള്ള കുറേ പ്രൊഡ്യൂസേഴ്സ്, അപ്പോൾ അവരുമായിട്ട് എനിക്ക് അറിയാൻ വരുന്നത്. 2 ദിവസം കഴിയുമ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇത് കുറച്ചുകൂടെ ദിവസങ്ങളും തരണം, അത് അല്ലെങ്കിൽ ബിസിനസ് ആകത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഡേറ്റ്സ് കൂട്ടി, അപ്പം കുറേ സീനുകൾ ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കി, ആ ഒരു ഫ്ലഷാക്കി. മറ്റൊന്നുമില്ലായിരുന്നു. ഇയാൾ അവിടെ എവിടെയും പോയി ഫൈറ്റ് ചെയ്യുന്നു, കുറേ 3 ഇന്ത്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഇത്രേ ഉള്ളായിരുന്നു ബേസിക്കലി. ബാക്കിയെല്ലാം ഞാൻ ഫ്ലഷ് ഉണ്ടാക്കി. അപ്പോൾ ഞാനത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പ്രൊഡ്യൂസർ ചോദിച്ചു, ചേട്ടാ പിന്നെ ആർത്തറിനെ കൂടെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ആർത്തറിനെ ഞാനൊരു നല്ല രീതിയിലൊരു മണിരത്നം അല്ലെങ്കിൽ ലോകേഷ് അവരുമായിട്ടൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സംഭവമാണ് ചേട്ടാ ഒന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം അവനവിടെ ഹ്യൂസ്റ്റണിൽ തന്നെയാണ് ഷൂട്ടിങ്, ആഴ്ചയിൽ വീക്കെൻഡിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ട് എപ്പോഴും, ആളെ ആർദ്രമാക്കി, മകനായിട്ട് ആർദ്രമാക്കി. അപ്പം അവൻ്റെ ഉള്ള സീൻസ് ആദ്യം ഞാൻ 2 സീനേ എഴുതിയുള്ളൂ, വെറുതെ അവനെ ബോധർ ചെയ്യണം. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കുറേ സീനുകൾ അത്യാവശ്യമുള്ള മാത്രം ക്രിസ്പായിട്ട് എഴുതി അവനാണ്.
അങ്ങനെയും അതിനകത്ത് ഒരു ഇയാളുടെ എൻ്റെ മകനെ ഒരു അടുത്ത റൈവൽ ഗാങ് കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ഒരു മകനോ മകളോ ഒരു 11 വയസ്സുള്ള ഒരു പയ്യൻ. അപ്പം പയ്യനോ മോളോ അവരിങ്ങനെ പലയിടത്തും അന്വേഷിച്ചിട്ട് അവസാനം എന്നോട് ചോദിച്ചു, അലക്സിനെ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. ചേട്ടാ അതൊരു രസമായിരിക്കും പുള്ളിയുടെ ഉണ്ടെങ്കിൽ. പുള്ളി മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്, രണ്ടുപേരും മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ ഒരു ഫാം സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഞാൻ എഴുതിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വൈഫ് വേണം. അപ്പോൾ പുള്ളി അവർ ഇങ്ങനെ ഒരാളുള്ളപ്പോൾ ഒരു സീനല്ലേ ഉള്ളൂ. അങ്ങനെ പുള്ളി ഇതിനകത്ത് വന്നു. അങ്ങനെ ഒന്ന് എന്ത് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ ഒരു ഈഗോ വർക്ക് ചെയ്ത് പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേന് കുറേയൊക്കെ എക്സ്ട്രാ സീൻസൊക്കെ അവനെ ആഡ് ചെയ്ത് ഫൈറ്റ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓൾ ടുഗദർ ഫിലിം ഈസ് നൈസ്. അല്ല, അതിനകത്ത് ഒരു വിഷയം എന്ന് വെച്ചാൽ മോനെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഇപ്പൊ ഒരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നുണ്ടോ മോൻ? ഇല്ല, അതൊരു എക്സ്പീരിയൻസ് അല്ല, എക്സ്പീരിയൻസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ മോനെ ഒരു എൻട്രി ചെയ്യുമ്പോൾ നല്ല ഇതിലേക്ക് വേണമെന്നുള്ള അങ്ങനെ ഉണ്ട്. അതിപ്പം വരും. അതിപ്പം വേറെ നല്ല ഫിലിംസ് ഒരുപാട് ഓഫർ പുള്ളിക്ക് ഉണ്ട് ഓൾറെഡി. പക്ഷേ ഈ സ്കൂളിന്റെ സമയവും വെക്കേഷനായിട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒത്തു വരാറില്ല. അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ പച്ച ഭാഷയിൽ പറഞ്ഞാൽ ഇരിക്കുന്നതിന് മുമ്പ് തൊപ്പി വെച്ചിരുന്ന ഡയറക്റ്റ് ആയിരിക്കും. അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്, ഈഗോ. അതെ, ലീഡ് കാരണം ആ പടം ഇങ്ങനെ കുറെ, അതും ഒരു പ്രസന്റബിൾ പേഴ്സണാലിറ്റി ഒക്കെയാണ് കുഴപ്പമില്ലായിരുന്നു അഭിനയിക്കുമ്പോഴേ. ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അഭിനയിക്കാമെന്ന് തോന്നും, പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. അഭിനയം പാഠം എന്നും പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ, തീരുന്നില്ലല്ലോ. നമ്മൾ ഓരോ സിനിമയ്ക്കും നമ്മൾ പാഠം വീണ്ടും ഉൾക്കൊണ്ട് പഠിക്കണം. അഭിനയം എന്ന് പറയുന്നത് അത് തന്നെയല്ലോ. അപ്പൊ അത്തരമൊരു ആ കൂട്ടായ്മയിൽ ഉണ്ടായ സിനിമയ്ക്ക് അത്തരം സംഭവിച്ചെങ്കിൽ ആ ഡയറക്ടറിന്റെ കയ്യിലിരിപ്പ് മാത്രം. ഞങ്ങളൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവസാനം പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കടുബന്ധം പിടിച്ച് ഒരുപാട് മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെയാണ് ഒരുവിധം റിവ്യൂവബിൾ ആയിട്ട് മാറിയത് സിനിമ. അതെ. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണ്ടേ? നമുക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. അത് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ അതായത് സമയം ഒരു വലിയ ഫാക്ടറാണ്. നമുക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം 6 മാസം അതിൻ്റെ പുറകെ നിൽക്കണം നമ്മൾ എല്ലാം കൊണ്ടും. ഷൂട്ടിംഗ് 1 മാസം അല്ലെങ്കിൽ 40 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്കി ചുറ്റുവട്ടങ്ങളൊക്കെ മറ്റു സിനിമയ്ക്കൊന്നും പോകാൻ കഴിയില്ല. ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കപ്പിത്താനാണ്, അദ്ദേഹത്തിനുള്ള ടെൻഷൻ വേറെയാണ്. മറ്റേ അഭിനയിക്കുക, പൈസ മേടിക്കുക, പോവാം. അതന്നെയല്ല, നമുക്കിപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ 4 സിനിമ ചെയ്തു. ആ ഒരു ഫ്രീഡം നമുക്ക് ഡയറക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ കിട്ടില്ല. ഇങ്ങനെ ഒന്നും ദുബായിലും ഇരിക്കാൻ പറ്റില്ല. അതെ, കിട്ടില്ല. എനിക്ക് ദുബായിലൊന്നും പിടിക്കാനും പറ്റില്ല. മറ്റേ ഡയറക്ഷൻ ആകുമ്പോൾ ഫോണും എടുക്കാൻ പറ്റില്ല, ഒരേ ടെൻഷൻ ഇങ്ങനെ നടക്കുമായിരിക്കും. അങ്ങനെ വിഷയമുണ്ട്. എന്തായാലും ഭാവിച്ചിട്ട് അഭിനയിച്ചു വെച്ച സിനിമകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. തമിഴിലാണെങ്കിലും എല്ലാ ഭാഷയിലും അഭിനയിച്ച ഒരു വ്യക്തിയാണ് അല്ലേ. മലയാള സിനിമയിൽ നിന്നും കുറെ നാളത്തേക്ക് മാറിയിരുന്നു. അത് അമേരിക്കയിൽ ആയിരുന്നു എന്നുള്ള നിലയിലാണ് മാറുന്നത്. പിന്നീടുള്ള തിരിച്ചുവരവ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു തിരിച്ചു വരാമെന്ന്. പിന്നെ ഒരു ഫുൾ ഓൺ എന്നുള്ള രീതിയിലാണ്. കാരണം പിള്ളേരൊക്കെ സെറ്റിലായി വളർന്നു, ഇനിയിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവര് അമേരിക്കയിൽ തന്നെ തിരിച്ചു പോകുന്നു. വാച്ചോൺ കേരളത്തിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ തന്നെ ഇടയ്ക്ക് പോയി വരാമല്ലോ. അല്ല, നിലവിൽ അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു ദിവസമൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഈ അടങ്ങാമൊരു കായംകുളം കൊച്ചിനെയൊക്കെ ചെയ്ത സമയത്ത് രാത്രി 3 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് രാത്രി വീണ്ടും തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പല ദിവസങ്ങളും വന്നിട്ടുണ്ട്. തിരുവല്ല മാർക്കറ്റിൽ പോകണമല്ലോ. അതെ. ഇപ്പം ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ലല്ലോ, ഒരു ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. പൈസ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, പൈസ വേണമല്ലോ. അപ്പം ഇപ്പോഴത്തെ പ്രോജക്റ്റുകളൊക്കെ വലിയ പ്രോജക്റ്റുകളാണ്. അന്ന് കിട്ടുന്ന ശമ്പളത്തിൽ എത്ര തുക വർദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ? കണക്ക് പറയണ്ട, ഇനിയിപ്പം GST ഒന്നും ചെക്ക് ചെയ്യാമെന്ന് എനിക്ക് പറയണ്ട, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. എത്ര ശതമാനമൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാവുന്ന ഞാൻ ചോദിച്ചോളൂ. അതിലേക്ക് നമ്മൾ കിടക്കാതിരിക്കുകയല്ലേ നല്ലത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഏറ്റവും വലിയ വിഷയം തുല്യവേതനം എന്ന് പറയുന്നത് തുല്യവേതനമാണല്ലോ. ഇപ്പം ഒരു നായകനും ഒരു നായികയ്ക്കും അവരുടെ ശമ്പളത്തിൽ സാലറി തുല്യവേതനമാക്കുന്ന വേണമെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അതെങ്ങനെയായിരിക്കും ഒരേ കാറ്റഗറിയിൽ ശമ്പളം കൊടുക്കുക? അത് എനിക്ക് തോന്നുന്നില്ല അത്ര പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യം. കാരണം ഇത് ഓരോ ആക്ടേഴ്സിൻ്റെയും, പ്രത്യേകിച്ച് ആക്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഇതൊരു കലയാണല്ലോ. മറ്റൊരു രീതിയിലുള്ള സംഭവമാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജോലിയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്, ഏതെങ്കിലും അവരുടെയൊക്കെ ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ടോട്ടൽ ലോകത്തിൽ ഇവരൊക്കെ എത്രയൊക്കെയാണ് മേടിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അത് അവരുടെ ആ ഒരു മാർക്കറ്റ് വേരീസ്. അതെനിക്ക് തോന്നുന്നില്ല അത് തുല്യവേതനം എന്നുള്ളൊരു സംഭവം പ്രാക്ടിക്കലാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മമ്മൂക്കയോടൊപ്പം എനിക്ക് വേതനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും? ഒരിക്കലും നടക്കില്ല. ഒരിക്കലും ശരിയാവില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, നടക്കത്തില്ല. അത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ.